എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ന്യൂമറോളജി പ്രകാരം ഒരു വ്യക്തിയുടെ ജനന തീയതിയിലെ ഏതെങ്കിലും ഒരു സംഖ്യ ഒന്നിൽ കൂടുതൽ തവണ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ലോഷു ഗ്രിഡ് എന്ന ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പ്രവചിക്കാൻ പോകുന്നത്. ലോഷു ഗ്രിഡ് എന്നത് ഒരു ചൈനീസ് മാന്ത്രിക ചതുരമാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഓരോ വരിയിലും നിരയിലും നൽകിയിരിക്കുന്ന ഒരു അദ്ഭുത ടേബിളിനെയാണ് ലോഷു ഗ്രിഡ് എന്നറിയപ്പെടുന്നത്. ഈ ടേബിളിലെ സംഖ്യകൾ എങ്ങനെ കൂട്ടി നോക്കിയാലും 15 എന്നുള്ള സംഖ്യ ആയിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ലോഷു ഗ്രിഡ്, ഒരു പുരാതന സംഖ്യാ ടേബിൾ. ഒരു വ്യക്തിയുടെ ജനന തീയതി വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഗ്രിഡിലെ സംഖ്യകളുടെ സ്ഥാനം നോക്കി ഒരു വ്യക്തിയുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഫലഗണങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ ശക്തിയും ബലഹീനതയും കരിയർ ബന്ധങ്ങൾ തുടങ്ങി എല്ലാ ജീവിത മേഖലകളെ പറ്റിയും ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്നത് പോലെ ഒരു ടേബിൾ നിങ്ങൾ വയ്ക്കണം. ശേഷം ഈ ഒരു ടേബിളിൽ നിങ്ങളുടെ ജനന തീയതി ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ജനന തീയതി 25/9/1984 എന്ന് കരുതുക. ആദ്യം ഇതിൽ നൽകിയിരിക്കുന്ന എല്ലാ സംഖ്യകളും ഈ ടേബിളിന്റെ അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യണം. അതിനുശേഷം ഈ തീയതിയുടെ മൂലാങ്കം നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഈ തീയതിയിലെ ആദ്യ സംഖ്യയായിട്ടുള്ള 25 എന്ന സംഖ്യയെ ഒറ്റ സംഖ്യ ആക്കണം. 25-നെ നമ്മൾ ഒറ്റ സംഖ്യ ആക്കുന്നത് എങ്ങനെയാണ്? 2 + 5 ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സംഖ്യ കിട്ടും. 2 + 5 നമുക്ക് കിട്ടുന്നത് 7 ആണ്. അപ്പോൾ 7 എന്ന സംഖ്യയാണ് ഈ ജനന തീയതിയുടെ മൂലാങ്കം എന്ന് പറയുന്നത്. ഇനി ഈ ലോഷു ഗ്രിഡ് പ്രകാരം 7 എന്ന സംഖ്യയുടെ അതേ സ്ഥാനത്ത് തന്നെ നിങ്ങൾ 7 എഴുതണം. അടുത്തത് നിങ്ങളുടെ ഭാഗ്യ അംഗം കണ്ടുപിടിക്കണം. ഇനി നിങ്ങളുടെ ഭാഗ്യാംഗം കണ്ടുപിടിക്കണം. അതിനായിട്ട് നിങ്ങളുടെ ജനന തീയതിയിലെ എല്ലാ സംഖ്യകളും പരസ്പരം കൂട്ടണം. ഇവിടെ 2 + 5 + 9 + 1 + 9 + 8 + 4 = 38 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഞാനിവിടെ പറഞ്ഞ ആ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞ ആ ഒരു ജനന തീയതി മുഴുവനായിട്ടും കൂട്ടുന്ന സമയത്ത് 2 + 5 + 9 + 1 + 9 + 8 + 4 ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് 38 എന്ന് പറയുന്ന സംഖ്യയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ 38 എന്ന സംഖ്യയെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതിനെ വീണ്ടും പരസ്പരം കൂട്ടണം. കാരണം നമുക്കിവിടെ ഒറ്റ സംഖ്യകൾ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സംഖ്യയെ നമ്മൾ വീണ്ടും കൂട്ടുക. അതായത് 38 3 + 8 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 11 ആണ്. അപ്പോൾ ഈ 11 വീണ്ടും ഇരട്ട സംഖ്യ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ വീണ്ടും പരസ്പരം കൂട്ടുക. അതായത് 11-നെ നമ്മൾ കൂട്ടുന്ന സമയത്ത് 1 + 1 2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സംഖ്യ ആയാലും കൂട്ടിക്കിട്ടുന്നത് ഇങ്ങനെ ഒരൊറ്റ സംഖ്യ വരുന്ന രീതിയിൽ, ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഒരൊറ്റ അക്കം വരുന്ന രീതിയിൽ നമ്മൾ കൂട്ടിയെടുക്കണം. അതിപ്പം എത്ര തവണ കൂട്ടേണ്ടി വരുമോ അത്രയും തവണ നിങ്ങൾ കൂട്ടുക. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ചിലപ്പം 3 + 8 നമ്മൾ രണ്ടാം ഘട്ടത്തിൽ കൂട്ടിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജനന തീയതികളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഒറ്റ അക്കം കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ കിട്ടാത്തവർ വീണ്ടും കൂട്ടി അതിനെ ഒറ്റ അക്കമാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു തീയതിയുടെ ഭാഗ്യാംഗം എന്ന് പറയുന്നത് 2 എന്ന സംഖ്യയാണ്. ഈ സംഖ്യയെയും നിങ്ങളുടെ ടേബിളിൽ ഫില്ല് ചെയ്യണം. ഇനി അടുത്തത് കുവാ നമ്പർ കണ്ടുപിടിക്കണം. അതിനായിട്ട് നിങ്ങളുടെ ജനന തീയതിയിലെ വർഷം പരസ്പരം കൂട്ടിക്കിട്ടുന്ന സംഖ്യയെ 11 എന്ന സംഖ്യയിൽ നിന്നും കുറയ്ക്കണം. 11 എന്ന സംഖ്യ കുവാ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ഡിജിറ്റാണ്.
1 + 9 + 8 + 4 = 22. നമുക്ക് കിട്ടുന്നത് 22 എന്ന സംഖ്യയാണ്. അതായത് ജനിച്ച വർഷം 1984 ജനിച്ച വർഷം. അപ്പോൾ ആ ഒരു സംഖ്യകളെല്ലാം കൂട്ടുന്ന സമയത്ത് നമുക്ക് 22 എന്ന സംഖ്യയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ വീണ്ടും പരസ്പരം കൂട്ടുമ്പോൾ 2 + 2 = 4. 4 എന്ന നമ്പർ കിട്ടും. 11 നിന്നും 4 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. നിങ്ങളുടെ ജനന തീയതിയുടെ കുവാ നമ്പർ 7 ആണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 7നെ നിങ്ങളുടെ ടേബിളിൽ ഫില്ല് ചെയ്യണം. ഈ ടേബിളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏതൊക്കെ സംഖ്യകളാണ് ഇരട്ടിക്കുന്നത് എന്ന്. അതിൽ പ്രകാരം ഇവയ്ക്കിടയിലെ പറയാൻ പോകുന്ന ഫലങ്ങൾ മനസ്സിലാക്കുക. ചില സംഖ്യകൾ ഗ്രിഡിൽ ഇല്ലെങ്കിൽ അത് ജീവിതത്തിൻ്റെ ചില ഊർജക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മബലക്കുറവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ ഊർജത്തിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് കുറവ് അല്ലെങ്കിൽ ആ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന ചില ഊർജക്കുറവിനെയാണ് ചില സംഖ്യകൾ ഇല്ലാതിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരു സംഖ്യ ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ അത് ആ സംഖ്യയുടെ എനർജിയെ ഇരട്ടിപ്പിക്കുന്നതാണ്. ഇനി ഈ ടേബിളിൽ ഇരട്ടിച്ച് വരുന്ന ഓരോ സംഖ്യയും ഒരു വ്യക്തിക്ക് നൽകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കാം. നമ്പർ 1 ഇരട്ടിച്ച് വന്നു കഴിഞ്ഞാൽ ഇച്ഛാശക്തി, അഭിലാഷം, സ്വാതന്ത്ര്യം എന്നിവയാണ് അത് പ്രതീകപ്പെടുത്തുന്നത്. നമ്പർ 2 ഇരട്ടിച്ച് വന്നത് എങ്കിൽ സംവേദനക്ഷമത, പൊരുത്തപ്പെടൽ, സഹകരണം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിലുള്ള, നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്പർ 3 ഇരട്ടിച്ചു വരുന്നത് എങ്കിൽ വളർച്ച, സർഗാത്മകത, ആശയവിനിമയം എന്നിവയെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജീവിത വളർച്ച കൈവരിക്കുന്ന ആളുകളുമായിരിക്കും ഇക്കൂട്ടർ എന്നതാണ്. ഇനി നമ്പർ 4 സൂചിപ്പിക്കുന്നത് പ്രായോഗികത, വിശ്വസ്തത, ചിന്തയുടെ സ്വാതന്ത്ര്യം എന്നിവയാണ്. അതായത് നിങ്ങൾ പലരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങളെയും പലരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്പർ 5 ഇരട്ടിച്ചു വന്നു കഴിഞ്ഞാലുള്ള ഫലം എന്ന് പറയുന്നത് വിജയം, സാഹസികത, സ്ഥിരത എന്നിവയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൽ സാഹസമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും സ്ഥിരത കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളും കൂടിയായിരിക്കും നിങ്ങൾ. ഇനി 6 എന്ന നമ്പർ ഇരട്ടിച്ചു വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം, അനുകമ്പ, കുടുംബ ഓറിയന്റേഷൻ എന്നിവയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് കുടുംബപരമായിട്ട് നല്ല രീതിയിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ അനുകമ്പ കാണിക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ. അതുപോലെ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തൻ്റെ കുടുംബത്തിനായിരിക്കും. ഇനി അടുത്തത് നമ്പർ 7 കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആത്മപരിശോധന, ഗവേഷണം, ആത്മീയ അന്വേഷണം എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്പർ 8 കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് കഴിവുകൾ, ആത്മവിശ്വാസം, അതുപോലെ തന്നെ പലതരത്തിലുള്ള കഴിവുകൾ, അഭിലാഷം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇക്കൂട്ടർ പല രീതിയിലുള്ള കഴിവുകളുള്ളവരും അതുപോലെ തന്നെ പല മേഖലയിലും വിജയം കൊയ്യുന്നവരുമായിരിക്കും. ഇവരിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇവരുടെ ആത്മവിശ്വാസം തന്നെയാണ്. ഇനി അവസാനമായിട്ട് 9 എന്ന നമ്പർ ഇരട്ടിച്ചു വന്നു കഴിഞ്ഞാൽ മാനുഷികത, പ്രചോദനം, ധൈര്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. ഇക്കൂട്ടര് വളരെയധികം ധൈര്യശാലികളായിരിക്കും എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങളുടെ ജനന തീയതി ഈ പറഞ്ഞതുപോലെ കൂട്ടി നോക്കി ഈ ടേബിളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് സംഖ്യ ആണോ നിങ്ങൾക്ക് ഇരട്ടിച്ചു വരുന്നത് അല്ലെങ്കിൽ 2 തവണ വരുന്നത്, ആ സംഖ്യയുടെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വഭാവം ഈ പറഞ്ഞ രീതിയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ഈ പറഞ്ഞ രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് നിങ്ങളുടെ ജനന തീയതിയുമായിട്ട് ബന്ധപ്പെടുത്തി കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു.
ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.